സീറ്റുകൾ വെച്ചുമാറുന്നതായി ഇപ്പോൾ ചർച്ചയിലില്ലെന്ന കേരള കോൺഗ്രസ് ചെയർമാൻ പി ജെ ജോസഫ് MLA. കഴിഞ്ഞ തവണ മത്സരിച്ച സീറ്റുകളിൽ ഇത്തവണയും മത്സരിക്കും. ഉഭയകക്ഷി ചർച്ചകൾ തുടങ്ങുന്നതേയുള്ളൂ. മാണി വിഭാഗത്തിന്റെ മുന്നണി പ്രവേശനം UDF ചർച്ച ചെയ്തിട്ടില്ലെന്നും മുന്നണിയുടെ അടിത്തറ വിപുലീകരിക്കും. തൊടുപുഴയിലെ സ്ഥാനാർത്ഥിത്വത്തിൽ കൃത്യസമയത്ത് തീരുമാനമെടുക്കുമെന്നും പി ജെ ജോസഫ് തൊടുപുഴയിൽ പ്രതികരിച്ചു. ഇപ്പോൾ കഴിഞ്ഞ തവണ മത്സരിച്ച ആ സീറ്റ് ആവശ്യപ്പെടുന്ന തീരുമാനിക്കുകയില്ല. ചർച്ചയിൽ വരേണ്ട കാര്യങ്ങളാണ്. ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല. ഇടുക്കി ഉൾപ്പെടെ കോൺഗ്രസ് ആവശ്യപ്പെടുന്നുണ്ട് പല സീറ്റുകളും വെച്ചുമാറണമെന്നൊരു കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഇടുക്കി ആരും ആവശ്യപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒരു വിട്ടുവീഴ്ചയ്ക്കുള്ള സാധ്യതയുണ്ടോ? അങ്ങനെ ആ വിഷയം ഉദിക്കുന്നില്ല. നേതാവ് തന്നെ പറഞ്ഞിരുന്നത് വിജയസാധ്യത ആണ് വിജയസാധ്യതയാണ് മുഖ്യ വിഷയം. അത് സംശയമില്ല. വിജയസാധ്യത കണ്ടുകൊണ്ട് മുൻതൂക്കമുള്ള സീറ്റുകൾ അങ്ങോട്ട് ആ വിഷയം ഉദിച്ചിട്ടില്ല. ഇതുവരെ ചർച്ചയിലേക്ക് വരുന്നേ ഉള്ളൂ. ഈ തൊടുപുഴയുടെ കാര്യത്തിൽ ഇപ്പോഴും ഒരു എങ്ങനെയാണ് ഒരു സമയമുണ്ടല്ലോ, ചിത്രം തെളിയാണ്. സമയമുണ്ടല്ലോ, സമയമുണ്ട്. പ്രചാരണങ്ങളൊക്കെ ഇപ്പം ആരംഭിച്ചു. പൊതുവെ എല്ലാവരും കോൺഗ്രസ് ആണ് അടുത്ത ഘട്ടത്തിൽ സ്ഥാനാർത്ഥി ആദ്യ ഘട്ടം വരും. ചർച്ചയാകട്ടെ. അത് പത്രത്തിലുണ്ടല്ലോ. അതൊക്കെ തെരഞ്ഞെടുപ്പിന് ശേഷം തീരുമാനിക്കേണ്ട കാര്യങ്ങളാണെന്ന് രാഹുൽ ഗാന്ധി കേരള കോൺഗ്രസിന്റെ മനസ്സിൽ അങ്ങനെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഉറപ്പായിട്ടും മുന്നണി ജയിക്കും. ഈ മുന്നണി വിപുലീകരണം ഒരു അടഞ്ഞ അധ്യായമാണോ? മുന്നണി അടിത്തറ വികസിപ്പിക്കാനും നേതാക്കന്മാർ വരണമെന്നില്ല. UDF വൻപിച്ച പുരുഷത്തോടെ അറിയാം. കേരള കോൺഗ്രസിന്റെ സീറ്റുകളിൽ വിട്ടുവീഴ്ച ചെയ്യുമോ? അത് വിട്ടുവീഴ്ച അങ്ങനെ ആവശ്യം വിളിച്ചിട്ടില്ല. പരസ്പര ധാരണയിലെ കാര്യങ്ങൾ നടക്കും. ഈ കഴിഞ്ഞ മത്സരിച്ചിരുന്നത് ഇക്കുറി സീറ്റിന്റെ എണ്ണം കൂടുതൽ പറയുന്നുണ്ടോ? അത് കുറയാൻ സാധ്യതയുണ്ടെന്നുള്ള അഭ്യൂഹങ്ങളൊക്കെ പറയുന്നു. അങ്ങനെയുണ്ടോ? കുറയാനുള്ള ഒരു സാധ്യതയില്ല.